ബിസിനസ്സുകാർക്ക് ഏറ്റവും ചൊല്ലാൻ പറ്റിയ സ്വിച്ച് വേർഡ് 94 തവണ ഒക്കെ നമ്മൾ ജപിക്കുന്നത് നല്ലതാണ്. 33 തവണ ഇത് ജപിക്കുമ്പോൾ നമ്മളുടെ കച്ചവട സ്ഥാപനമാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വിറ്റഴിക്കുന്നതായിട്ടും ഒരുപാട് കച്ചവടം നടക്കുന്നതായിട്ടും ഒക്കെ ഒരു മന്ത്രം പോലെ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആ ഒരു തലത്തിലേക്ക്, ആ ഒരു എന്താണോ ആ സ്വിച്ച് വേർഡ്, ഇപ്പോൾ മണിക്കുള്ള ഒരു സ്വിച്ച് വേർഡ് ആണെങ്കിൽ ഋഷി, സ്വിച്ച് വേർഡ്സ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് സ്വിച്ച് വേർഡ്സ്? സ്വിച്ച് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സ്പിരിച്വൽ തന്നെ ആവണമെന്ന് ഇല്ല. അപ്പോൾ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് നമ്മളൊരു മന്ത്രം ഇല്ലേ, അതേപോലെ മന്ത്രത്തിന്റെ അത്ര അല്ലെങ്കിലും മന്ത്രം പോലെ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആ ഒരു എന്താ പറയാ, ആ ഒരു തലത്തിലേക്ക്, ആ ഒരു എന്താണോ ആ സ്വിച്ച് വേർഡ്, ഇപ്പോൾ മണിക്കുള്ള ഒരു സ്വിച്ച് വേർഡ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്ന തലത്തിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ റെഡിയാക്കുന്ന ഒരു ചെറിയ ചെറിയ വേർഡ്സ് ആണ് സ്വിച്ച് വേർഡ്സ്. ഇതിനെക്കുറിച്ച് ഈവൻ സിഗ്മണ്ട് ഫ്രോയിഡ് വരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു, ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് പോലെ ഒരു സൂപ്പർസ്റ്റിഷനോ സൂഡോ സയൻസോ ഒന്നല്ല. സ്വിച്ച് വേർഡ്സ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും സ്വിച്ച് വേർഡ്സ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ സ്വിച്ച് വേർഡ്സ് നമുക്ക് സെൽഫായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? സെൽഫായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. സ്വിച്ച് വേർഡ്സ് സെൽഫായിട്ട് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ കുറച്ച് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ വേണം. കണക്ഷൻ ഉള്ളവർക്ക് സ്വിച്ച് വേർഡ്സിനകത്ത് നമ്മൾ ഇപ്പോൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു എനർജൈസ് ചെയ്യാൻ പറ്റും നമ്മളുടെ വാക്ക്. അങ്ങനെയാണ് മന്ത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, തന്ത്രയിൽ മന്ത്രങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ സ്വിച്ച് വേർഡ് ചെയ്യാൻ പറ്റും. അതായത് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് മന്ത്രങ്ങളുടെ വേറൊരു അഡ്വാൻസ്ഡ് എന്നല്ല, വേറൊരു വേർഷൻ ആണ്. അതെ, ഒരുപാട് സ്വിച്ച് വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഗോൾഡൻ സൺറൈസ്. ഗോൾഡൻ സൺറൈസ് എന്ന് വരുമ്പോൾ മനസ്സിൽ ആദ്യം എന്താണ് വരിക? ഒരു പോസിറ്റിവിറ്റി അല്ലേ? ഇപ്പൊ പണ്ടത്തെ മലയാള സിനിമയിൽ തന്നെ ആദ്യം തുടങ്ങുന്ന ഒരു സൂര്യൻ ഉദിക്കുന്നു, ഗോൾഡൻ അല്ലേ സൂര്യൻ. അപ്പൊ ആ ഒരു സ്വിച്ച് ഇട്ട പോലെ ആ ഒരു എന്താ പറയാ, ഇത് പെട്ടെന്ന് നമ്മളിലേക്ക് കയറും. ഗോൾഡൻ സൺറൈസ്, ആ ഒരു ഭാവം, ആ ഭാവം വരുമ്പം യത് ഭാവം തദ് ഭവതി. എന്താണോ നമ്മളുടെ ഭാവം അത് ഭവിക്കും. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഭാവം വരുന്നതിന് വേണ്ടിയാണ് സ്വിച്ച് വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വിച്ച് വേർഡ്, അതായത് ഒരു പർട്ടിക്കുലർ സ്വിച്ച് വേർഡ് പറയുമ്പോൾ ആ സ്വിച്ച് വേർഡിൽ എന്താണോ നമ്മൾ പറയുന്നത് ആ ഭാവം നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം പറയാൻ. അല്ലാതെ മന്ത്രത്തിന് അങ്ങനെ ഉൾക്കൊള്ളണമെന്നും ഇല്ല. ചില മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ, താന്ത്രിക മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളണമെന്നൊന്നും ഇല്ല. പലപ്പോഴും മന്ത്രങ്ങൾ ചിലപ്പോൾ നമ്മൾ അർത്ഥം അറിയാതെ ചൊല്ലിയാലും, അതെ, അർത്ഥം അറിയാതെ ചൊല്ലിയാലും ചില മന്ത്രങ്ങൾക്ക് ഫലമുണ്ട്, എല്ലാ മന്ത്രത്തിലല്ല. അപ്പൊ അതുകൊണ്ട് സ്വിച്ച് വേർഡ് അത്ര മന്ത്രത്തിന്റെ അത്രയും അഡ്വാൻസ്ഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് ഒരു റൂൾസും ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് സ്വിച്ച് വേർഡ് ആണ്. ആ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സ്വിച്ച് വേർഡ് ആണ് നല്ല, എന്താ പറയാ, കുറച്ച് യൂണിവേഴ്സൽ അക്സെപ്റ്റബിലിറ്റി ഉള്ളത്. ഇപ്പോൾ ഈ ബിസിനസ്സുകാർക്കൊക്കെ എന്നും ചൊല്ലാൻ പറ്റിയ ഒരു സ്വിച്ച് വേർഡ്? ബിസിനസ്സുകാർക്ക് ഏറ്റവും ചൊല്ലാൻ പറ്റിയ സ്വിച്ച് വേർഡ് ഡിവൈൻ ഓർഡർ ബൈ. ഡിവൈൻ ഓർഡർ ബൈ, BUY, ബൈ. ബിസിനസ് നടത്തുന്നവർക്കാണെങ്കിൽ, കച്ചവടം നടത്തുന്നവർക്കാണ് ഡിവൈൻ ഓർഡർ ബൈ. അത് 41 തവണ 94 തവണ ഒക്കെ നമ്മൾ ജപിക്കുന്നത് നല്ലതാണ്. 33 തവണ ഇത് ജപിക്കുമ്പോൾ നമ്മളുടെ കച്ചവട സ്ഥാപനമാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വിറ്റഴിക്കുന്നതായിട്ടും ഒരുപാട് കച്ചവടം നടക്കുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യണം. ആ ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു ഭാവം നമ്മളിലേക്ക് വരും. നമ്മളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ ഫീൽ ചെയ്ത് വിഷ്വലൈസും കൂടെ ചെയ്യണം. വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവിടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഭാവം ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റൊരു സ്വിച്ച് വേർഡ്, അപ്പൊ ഗോൾഡൻ സൺറൈസ് ബ്രിങ് മാജിക് ബിസിനസ്സുകാർക്കും ചെയ്യാം. ഗോൾഡൻ സൺറൈസ് ബ്രിങ് മാജിക് എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. ഗോൾഡൻ സൺറൈസ് പൊതുവായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ആണ്. ബ്രിങ് മാജിക് നൗ അല്ലെങ്കിൽ ബ്രിങ് മാജിക് എന്നുള്ളത് വരുമ്പോൾ ആ ഒരു ഫീലും കൂടെ വരുമ്പോൾ ആ ഭാവം അയാളിലേക്ക്, ചൊല്ലുന്നത് ആരാണോ അവരിലേക്ക് വരും. അതുപോലെ ബിസിനസ്സിലല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരു റുട്ടീൻ പോലെ അങ്ങനെ ഒരു സ്വിച്ച് വേർഡ് ഉണ്ടോ? ഡെയിലി ലൈഫിൽ ഒരു റുട്ടീൻ പോലെ ചെയ്യുന്ന, ഇപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു സ്വിച്ച് വേർഡാണ് ഡിവൈൻ കൗണ്ട്. ഡിവൈൻ കൗണ്ട് നല്ലതാണ്. പിന്നെ ഒരു താന്ത്രിക് സ്വിച്ച് വേർഡ് ഉള്ളത് ദിവ്യപ്രകാശമാഗമനം. ദിവ്യപ്രകാശം, അതായത് ദൈവത്തിന്റെ പ്രകാശം നമ്മളിലേക്ക് വരുന്നു. അത് പോസിറ്റിവിറ്റി,
മൈൻഡ് കാമിങ്, കോൺഫിഡൻസ്, ഇതിനെല്ലാം എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒരു സൂര്യ വെളിച്ചത്തിലേക്ക് പറഞ്ഞാൽ സൂര്യനെ നേരിട്ട് നോക്കുന്നല്ല, ഒരു ഇലകളിൽ തട്ടുന്ന വെളിച്ചമില്ല, അതിലേക്ക് നോക്കി നമ്മൾ ദിവ്യപ്രകാശം ആഗമനം 21 തവണ ചൊല്ലുവാണെങ്കിൽ, അല്ലെങ്കിൽ എത്ര തവണയാണെങ്കിലും ഭയങ്കര നല്ലതാണ്. പൊതുവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, എപ്പോ വേണേലും ഉപയോഗിക്കാം. അതെ. ഇതൊക്കെ ഈ സ്വിച്ച് വേർഡ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ തന്നെ പറ്റും അല്ലേ? ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഹെൽത്തിനെ ബെറ്റർ ആക്കാനായിട്ട് ഇപ്പോൾ ചില അസുഖങ്ങളുള്ള ആളുകൾക്ക് അവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയ, ജപിക്കാൻ പറ്റിയ, അവർക്ക് സ്വിച്ച് വേർഡും മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പോലും പറയുന്നത് നമ്മൾ ആദ്യം രോഗകാരണം കണ്ടെത്തണം. അതായത് ട്രീറ്റ്മെന്റിനോടൊപ്പം മാത്രമാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ചില ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, എനിക്ക് ഡോക്ടറെ കാണുന്ന ഇഷ്ടമല്ല, സ്വിച്ച് വേർഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് എല്ലാവർക്കും പോയി ഞാൻ സ്വിച്ച് വേർഡ് കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ മന്ത്രം പറഞ്ഞു കൊടുത്താൽ പോരെ. അത് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റിനോടൊപ്പം ഇത് ചൊല്ലുവാണെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ്, അവർക്കൊരു ഗ്രേസ് കൊണ്ട്. ഇപ്പൊ ഹെൽത്തി ലൈഫ് നൗ, അതൊരു സ്വിച്ച് വേർഡാണ്. ഈ സ്വിച്ച് വേർഡ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്ക്, ഓൾറെഡി എന്താ പറയാ, അങ്ങനെ ട്രീറ്റ്മെന്റിലൂടെ പോകുന്നവർക്ക് ഒക്കെ ചെയ്യാൻ. ഇപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റ്, പുള്ളിക്കാരനൊരു ക്യാൻസർ രോഗിയാണ്, ഇപ്പൊ റിക്കവറായി. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ പുള്ളിക്ക് എപ്പോഴും ഭയമാണ്. ഈ ഒരു സ്വിച്ച് വേർഡാണ് പുള്ളിക്ക് കൊടുത്തത്. ഒരുപാട് ഈ ഹെൽത്തി ലൈഫ് നൗ എന്നുള്ളൊരു സ്വിച്ച് വേർഡ് എല്ലാ ദിവസവും ഒരു 90 തൊട്ട് 99 തവണ വരെ പുള്ളി ചാൻറ്റ് ചെയ്യുമായിരുന്നു, ട്രീറ്റ്മെന്റ് തുടരുന്നതിനോടൊപ്പം. ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും നമ്മളുടെ ആചാര്യന്മാര് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ഒരു മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ താൻ പാതി ദൈവം പാതി. അപ്പോൾ ഇതുപോലെ തന്നെ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ നമുക്ക് ഇതും ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഫാസ്റ്റ് റിക്കവറി അല്ലേ? ഫാസ്റ്റ് റിക്കവറി ഉണ്ടാവും. ആ റിക്കവറി എന്ന് പറയുന്നത് ഒരു റിക്കവറിയെക്കാളും മനസ്സിനൊരു റിക്കവറി ഉണ്ട്. മനസ്സ് നന്നാവുമ്പോൾ തന്നെ പകുതി രോഗമില്ലാതാവും. അപ്പൊ മനസ്സിനെയാണ് ഇതെല്ലാം മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണല്ലോ, കൂടുതൽ ശരീരത്തിനേക്കാളും കൂടുതൽ മൈൻഡാണ്. അപ്പോൾ മനസ്സിന് ഒരു സന്തോഷം, മനസ്സിനൊരു ഇതുണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണോ കഴിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അതെല്ലാം എഫക്റ്റീവായി മാറും. അങ്ങനെയാണ് ഹീലിംഗ് ഉണ്ടാവുന്നത്. ഇൻഡയറക്ട്ലി ആണ് ഇങ്ങനെയുള്ള ഹീലിംഗ് ഉണ്ടാവുക. ഇപ്പൊ സ്പിരിച്വൽ ഹീലിംഗ് ആണെങ്കിൽ അങ്ങനെയല്ല, ഡയറക്റ്റ് ആണ്. പക്ഷെ ബോഡി റിലേറ്റഡ് ഹീലിംഗ് എല്ലാം, ഇപ്പോൾ യോഗയിൽ നമുക്ക് ചില രോഗങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതിന്റെ കൂടെ ചെയ്യുന്നത് ഉപകാരപ്പെടും, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ശരി. അതുപോലെ ഇപ്പോൾ ചില ചാൻസ് അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറയും, അതായത് മുഖവശ്യം വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറയും. അതുപോലെ സ്വിച്ച് വേർഡ്സ് ഉണ്ടോ? അതുപോലെ സ്വിച്ച് വേർഡ് ഇല്ല, അതുപോലെയുള്ള മന്ത്രങ്ങളുണ്ട്. അതുപോലുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുഖവശ്യം ഉണ്ടാവുമെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരുപാട് മന്ത്രങ്ങൾ, അതിന് താന്ത്രയിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. നമ്മൾ അത് ജപിച്ച് നമ്മൾ എന്താ പറയാ, പല ഓയിൽസും ഉണ്ടാക്കാനൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓയിൽ സപ്ലൈ ചെയ്ത് അങ്ങനെ അട്രാക്റ്റീവ് മാഗ്നറ്റിസം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതായത് സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും സൗന്ദര്യം എന്ന് പറയുന്നത് അട്രാക്ഷൻ, ചൈതന്യം. അത് തന്ത്രയിൽ പല സാധനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന്, വോയിസിന് ഒക്കെ ചൈതന്യം കൂടുതലായിരിക്കും തന്ത്ര പ്രാക്ടീസ് ചെയ്യുന്നവരുടെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് സ്വിച്ച് വേർഡ് പറ്റില്ല, തന്ത്ര മന്ത്രങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.